എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2025 പ്രധാന കറണ്ട് അഫേഴ്സാണ്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ പ്രധാന കറണ്ട് അഫേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2025 മികച്ച പരിശീലകർക്ക് കൊടുക്കുന്ന ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി ബാഡ്മിൻ്റൺ പരിശീലകൻ ആരാണ്? എസ് മുരളീധരനാണ് 2025 മികച്ച പരിശീലകർക്ക് കൊടുക്കുന്ന ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി ബാഡ്മിൻ്റൺ പരിശീലകൻ. ദ്രോണാചാര്യ പുരസ്കാരം നൽകുന്ന ആർക്കാണ്? മികച്ച പരിശീലകർക്ക് കൊടുക്കുന്നതാണ് ദ്രോണാചാര്യ പുരസ്കാരം. അത് കിട്ടിയത് ആർക്കാണ്? എസ് മുരളീധരനാണ്. എസ് മുരളീധരൻ ബാഡ്മിൻ്റൺ പരിശീലകനാണ്. അർബുദ രോഗബാധയുള്ള കോശങ്ങളെ കണ്ടെത്തി നശിപ്പിക്കുന്ന ടാർഗറ്റഡ് ക്യാൻസർ തെറാപ്പി കുത്തിവയ്ക്കാവുന്ന ഹൈഡ്രോജൽ വികസിപ്പിച്ച സ്ഥാപനം ഏതാണ്? IIT ഗുവാഹത്തിയാണ്. IIT ഗുവാഹത്തിയാണ് അർബുദ രോഗബാധയുള്ള കോശങ്ങളെ കണ്ടെത്തി നശിപ്പിക്കുന്ന ടാർഗറ്റഡ് ക്യാൻസർ തെറാപ്പിക്ക് കുത്തിവയ്ക്കാവുന്ന ഹൈഡ്രോജൽ വികസിപ്പിച്ച സ്ഥാപനം IIT ഗുവാഹത്തി ആണ്. ക്രൊയേഷ്യയുടെ പ്രസിഡന്റ് സോറൻ മിലനോവിച്ച്. ക്രൊയേഷ്യയുടെ പ്രസിഡന്റാണ് സോറൻ മിലനോവിച്ച്. ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി രേഖ ഗുപ്ത. ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത. ഇതിനു മുന്നേ ഉണ്ടായിരുന്ന 3 വനിതാ മുഖ്യമന്ത്രിമാരാണ് അതിഷി മർലേന, സുഷമ സ്വരാജ്, ഷീല ദീക്ഷിത്. അപ്പോൾ ഇതോടെ 4 വനിതാ മുഖ്യമന്ത്രിമാരായി. ഇപ്പോൾ ഉള്ളതാണ് രേഖ ഗുപ്ത. അതിനു മുന്നേ അതിഷി മർലേന, സുഷമ സ്വരാജ്, ഷീല ദീക്ഷിത്. ചൂരൽമല എന്ന പുസ്തകം എഴുതിയതാരാണ്? UK കുമാരൻ. ചൂരൽമല എന്ന പുസ്തകം എഴുതിയത് UK കുമാരനാണ്. ആരെഴുതിയ കവിതാ സമാഹാരമാണ് ഇപ്പോൾ ഇല്ലാത്ത ഭാഷയിൽ? ഇപ്പോൾ ഇല്ലാത്ത ഭാഷയിൽ ആരാണ് എഴുതിയത്? വീരാൻകുട്ടിയാണ്. ആരെഴുതിയ കവിതാ സമാഹാരമാണ് ഇപ്പോൾ ഇല്ലാത്ത ഭാഷയിൽ? വീരാൻകുട്ടി. ഇപ്പോൾ ഇല്ലാത്ത ഭാഷയിൽ എന്താണ്? കവിതാ സമാഹാരമാണ്. അതെഴുതിയത് വീരാൻകുട്ടിയാണ്. 2025 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ മുന്നോട്ട് വെച്ച പുതിയ മുദ്രാവാക്യം എന്താണ്? മെഗ പ്ലസ് മിഗ =മെഗ. 2025 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ മുന്നോട്ട് വെച്ച പുതിയ മുദ്രാവാക്യമാണ് മഗ പ്ലസ് മിഗ =മെഗ. അപൂർവ ധാതുക്കളുടെ വീണ്ടെടുക്കലുകൾക്ക് സംസ്കരണത്തിനുമായി ഇന്ത്യയും അമേരിക്കയും ചേർന്ന് ആരംഭിച്ച ഉഭയകക്ഷി സംരംഭമാണ് ട്രസ്റ്റ്. അപൂർവ ധാതുക്കളുടെ വീണ്ടെടുക്കലുകൾക്കും സംസ്കരണത്തിനുമായി ഇന്ത്യ അമേരിക്കയും ചേർന്ന് ആരംഭിച്ച ഉഭയകക്ഷി സംരംഭമാണ് ട്രസ്റ്റ്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യയും അമേരിക്കയും. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അപൂർവ ധാതുക്കളുടെ വീണ്ടെടുക്കലുകൾക്കും സംസ്കരണത്തിനുമായിട്ടുള്ള സംരംഭമാണ് എന്ത്? ട്രസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. 2025 രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? നമുക്ക് നോക്കാം. ഖേൽ രത്ന ആർക്കൊക്കെയാണ് ലഭിച്ചതെന്ന്. മനു ഭാക്കർ ഷൂട്ടിങ്. മനു ഭാക്കർ ഏതാണ്? ഷൂട്ടിങ്. D ഗുഗേഷ് ചെസ്. ഹർമൻപ്രീത് സിംഗ് ഹോക്കി. പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്. മനു ഭാക്കർ നമുക്കറിയാം, ഓൾറെഡി ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ താരമാണ്, ഷൂട്ടിംഗ് താരമാണ്. D ഗുഗേഷ് അത് ലോക ചെസ് ചാമ്പ്യനാണ്. D ഗുഗേഷ് ചെസ്സാണ്. ഹർമൻപ്രീത് സിംഗ് ഹോക്കി. ഇപ്രാവശ്യം ഒളിമ്പിക്സിൽ വെങ്കലം നേടിയതാണ്. ഹോക്കിയാണ് ഹർമൻപ്രീത് സിംഗ്. പ്രവീൺ കുമാർ ആരാണ്? പാരാ അത്ലറ്റിക്കാണ് ഇനം. അപ്പം 2025 രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? മനു ഭാക്കർ, D ഗുഗേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ.
നീതി ആയോഗിൻ്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. നീതി ആയോഗിൻ്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്ന സംസ്ഥാനം കേരളമാണ്. സോനാമാർഗ് ടണൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീരിലാണ്. സോനാമാർഗ് ടണൽ സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. പ്രഥമ ഖോ-ഖോ ലോകകപ്പിൽ ഇന്ത്യൻ ടീമിലെ ഏക മലയാളി താരമാരായിരുന്നു? നിഖിൽ ബി ആയിരുന്നു. പ്രഥമ ഖോ-ഖോ ലോകകപ്പിലെ ഇന്ത്യൻ ടീമിലെ ഏക മലയാളി താരമാരായിരുന്നു? നിഖിൽ ബി ആയിരുന്നു. ട്രാൻസ്ജെൻഡർ പ്രതിഭകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രതിഭ. ട്രാൻസ്ജെൻഡർ പ്രതിഭകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടി സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രതിഭ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്സപ്പിലൂടെ സർക്കാർ സേവനങ്ങൾ നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ട സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് വാട്സപ്പിലൂടെ സർക്കാർ സേവനങ്ങൾ നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ട സംസ്ഥാനം. ആദ്യമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാനിലെ ഗോത്രവർഗം ആരാണ്? ജാരവയാണ്. ജാരവയാണ് ആദ്യമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാനിലെ ഗോത്രവിഭാഗമാണ് ജാരവ. ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്നത് വ്യക്തിയാണ് ഡോക്ടർ വി നാരായണൻ. ഡോക്ടർ വി നാരായണൻ ഇപ്പം ISROയിലെ ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ. ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ വി നാരായണൻ. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ഈ അടുത്തിടെ പിന്മാറിയ രാജ്യമാരാണ്? അമേരിക്ക. അമേരിക്ക ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് ഈ അടുത്ത് പിന്മാറിയ രാജ്യമാണ് അമേരിക്ക. ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീൽ. ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീലാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ സ്ഥാനം 7ാം സ്ഥാനമാണ്. ബ്രസീലാണ് 1ാം സ്ഥാനം. ഇന്ത്യയിലെ ആദ്യ വിമൻസ് ഓൺലി നൈറ്റ് ക്ലബ് നിലവിൽ വരുന്നത് എവിടെയാണ്? ബാംഗ്ലൂരു ആണ്. ബാംഗ്ലൂരിലാണ് ഇന്ത്യയിലെ ആദ്യ വിമൻസ് ഓൺലി നൈറ്റ് ക്ലബ് നിലവിൽ വരുന്നത്. ശാസ്ത്ര മേഖലയിലെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അന്താരാഷ്ട്ര ദിനത്തിൻ്റെ 10ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് യുനെസ്കോ ആരംഭിച്ച ക്യാമ്പയിനാണ് ഇമാജിൻ എ വേൾഡ് വിത്ത് മോർ വുമൺ ഇൻ എ സയൻസ്. ശാസ്ത്രമേഖലയിലെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അന്താരാഷ്ട്ര ദിനത്തിൻ്റെ 10ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് യുനെസ്കോ ആരംഭിച്ച ക്യാമ്പയിനാണ് ഇമാജിൻ എ വേൾഡ് വിത്ത് മോർ വുമൺസ് ഇൻ എ സയൻസ്. 2024 BCCI ഇന്ത്യൻ സ്പോർ വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മനു ഭാക്കർക്കാണ്. ഇന്ത്യൻ ഷൂട്ടിംഗ് താരമായ മനു ഭാക്കർക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്. 2025 നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ജഗദീഷ് ശ്രീകുമാറിനാണ്. ജഗദീഷ് ശ്രീകുമാറിനാണ് 2025 നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ചത്. പ്രഥമ ഒളിമ്പിക് സ്പോർട്സ് ഗെയിംസിൻ്റെ വേദി ഏതാണ്? പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിൻ്റെ വേദി റിയാദാണ്. റിയാദിലാണ് പ്രഥമ ഒളിമ്പിക് സ്പോർട്സ് ഗെയിമിൻ്റെ വേദി. ഉച്ചിര എന്നത് ആരുടെ കവിതാ സമാഹാരമാണ്? മാധവൻ പുറഞ്ചേരി. മാധവൻ പുറഞ്ചേരിയുടെ കവിതാ സമാഹാരമാണ് ഉച്ചിര. മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഏത് സംസ്ഥാനത്തെ ഗവർണറായാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? ബീഹാറിൽ. മുൻ കേരള ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ ഏത് സംസ്ഥാനത്തെ ഗവർണറായാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? ബീഹാർ. ഡീപ് സീക്ക് എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് 23 മോഡൽ അവതരിപ്പിച്ച രാജ്യം ഏതാണ്? ചൈന. ഡീപ് സീക്ക് എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് 23 മോഡൽ അവതരിപ്പിച്ച രാജ്യം ചൈനയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ എയർ ആർട്ട് വാൾ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ എയർ ആർട്ട് വാൾ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് ന്യൂഡൽഹിയിലാണ്.
ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ജനുവരി 25 ആഘോഷിച്ചത്? 75-ാമത്തെ. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ജനുവരി 25 ആഘോഷിച്ചത്? 75-ാമത്തെ. നാവിക സാഗർ പരിക്രമ 2 ഉപയോഗിക്കുന്ന നാവിക കപ്പലേതാണ്? INS തരിണി. INSV തരിണിയാണ് നാവിക സാഗർ പരിക്രമ 2 ഉപയോഗിക്കുന്ന നാവിക കപ്പൽ. പാലക്കാട് ചുരത്തിന്റെ ഹരിതവൽക്കരണത്തിനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് ഗ്രീൻ ദി ഗ്യാപ്പ് പദ്ധതി. പാലക്കാട് ചുരത്തിന്റെ ഹരിതവൽക്കരണത്തിനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് ഗ്രീൻ ദി ഗ്യാപ്പ് പദ്ധതി. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ്. നമുക്കിതൊന്നും കൂടെ റിവിഷൻ ചെയ്ത് നോക്കാം. അപ്പം എസ് മുരളീധരനാണ് 2025 മികച്ച പരിശീലകർക്ക് കൊടുക്കുന്ന ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച ബാഡ്മിൻ്റൺ മലയാളി പരിശീലകൻ. അടുത്ത് പറയുന്നത് IIT ഗുവാഹത്തിയിലാണ് അർബുദ രോഗബാധയുള്ള കോശങ്ങളെ കണ്ടെത്തി നശിപ്പിക്കുന്ന ടാർഗറ്റഡ് ക്യാൻസർ തെറാപ്പി കുത്തിവയ്ക്കാവുന്ന ഹൈഡ്രോജൽ വികസിപ്പിച്ച സംസ്ഥാനം. ക്രൊയേഷ്യയുടെ പ്രസിഡന്റ് ആരാണ്? സോറൻ മിലനോവിച്ച്. ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി രേഖ ഗുപ്ത. ചൂരൽമല എന്ന പുസ്തകം എഴുതിയത് UK കുമാരൻ. ആരെഴുതിയ കവിതാ സമാഹാരമാണ് ഇപ്പോൾ ഇല്ലാത്ത ഭാഷയിൽ? വീരാൻകുട്ടി. 2025 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ഏതാണ്? മഗ പ്ലസ് മിഗ =മെഗ. അപൂർവ ധാതുക്കളുടെ വീണ്ടെടുക്കലുകൾക്കും സംസ്കരണത്തിനുമായി ഇന്ത്യ അമേരിക്കയും ചേർന്ന് ആരംഭിച്ച ഉഭയകക്ഷി സംരംഭമാണ് ട്രസ്റ്റ്. 2025 രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽരത്ന പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ്? മനു ഭാക്കർ ഷൂട്ടിംഗ്, D ഗുകേഷ് ചെസ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്. നീതി ആയോഗിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന സംസ്ഥാനം കേരളം. സോനാമാർഗ് ടണൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീർ. പ്രഥമ ഖോ-ഖോ ലോകകപ്പിൽ ഇന്ത്യൻ ടീമിലെ ഏക മലയാളി താരം നിഖിൽ ബേബി. ട്രാൻസ്ജെൻഡർ പ്രതിഭകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടി സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രതിഭ. വാട്സപ്പിലൂടെ സർക്കാർ സേവനങ്ങൾ നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ട സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ആദ്യമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാനിലെ ഗോത്രവിഭാഗമാണ് ജാരവ. ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ V നാരായണൻ. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ഈ അടുത്തിടെ പിന്മാറിയ രാജ്യം അമേരിക്ക. ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീൽ. 7ാം സ്ഥാനത്താണ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യ വിമൻസ് ഓൺലി നൈറ്റ് ക്ലബ് നിലവിൽ വരുന്നത് ബാംഗ്ലൂരു. ശാസ്ത്രമേഖലയിലെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അന്താരാഷ്ട്ര ദിനത്തിന്റെ 10ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് യുനെസ്കോ ആരംഭിച്ച ക്യാമ്പയിനാണ് ഇമാജിൻ എ വേൾഡ് വിത്ത് മോർ വുമൺസ് ഇൻ സയൻസ്. 2024 BCCI ഇന്ത്യൻസ് ഫോർ വുമൺസ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് മനു ഭാക്കർ, ഇന്ത്യൻ ഷൂട്ടിംഗ് താരം. 2025 നസീർ ലൈഫ് അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് ജഗദീഷ് ശ്രീകുമാർ. പ്രഥമ ഒളിമ്പിക് സ്പോർട്സ് ഗെയിംസിന്റെ വേദി റിയാദ്. ഉച്ചിര എന്നത് ആരുടെ കവിതാ സമാഹാരമാണ്? മാധവൻ പുറഞ്ചേരി. മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഏത് സംസ്ഥാനത്തെ ഗവർണറായാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? ബീഹാർ. ഡീപ് സീക്ക് എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് 23 മോഡൽ അവതരിപ്പിച്ച രാജ്യം ചൈന. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ എയർ ആർട്ട് വാൾ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് ന്യൂഡൽഹിയിൽ. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ജനുവരി 25 ആഘോഷിച്ചത്? 75. നാവിക സാഗർ പരിക്രമ 2 ഉപയോഗിക്കുന്ന നാവിക കപ്പൽ ഏതാണ്? INSV തരിണി. പാലക്കാട് ചുരത്തിന്റെ ഹരിതവൽക്കരണത്തിനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് ഗ്രീൻ ദി ഗ്യാപ്പ് പദ്ധതി.